ഹലോ ഗായ്സ്, കാറിൽ കയറി ഇതിപ്പോൾ ഞാൻ എങ്ങോട്ടാന്നല്ലേ നിങ്ങളുടെ സംശയം? അതെ, തമ്മിലിൽ കണ്ടതുപോലെ ഹെയർ കട്ട് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോകാൻ നേരത്ത് ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. തിരിച്ച് വന്നിട്ട് ഇൻട്രോ എടുത്തു. പക്ഷെ ആ ഇൻട്രോ ഞാൻ ഇടുന്നില്ല, കാരണം എനിക്ക് സർപ്രൈസ് പൊളിയത്തില്ലേ. ഞാൻ ആദ്യം ജാജീസിലാണ് നിർത്തിയത്. പക്ഷേ അവിടെ ഓപ്പൺ അല്ലായിരുന്നു, ക്ലോസ് ചെയ്യാൻ സമയമായിരുന്നു അവർക്ക്. അതുകൊണ്ട് നമ്മൾ നേരെ കവടിയാറുള്ള ഗ്ലാറ്റ് എന്ന് പറഞ്ഞ സലൂണിലോട്ടാണ് പോയത്. ഫാമിലി മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ്. അവിടെ ചെന്ന് ഞാൻ ഇരുന്നതും ആ ആൻറ്റി എനിക്ക് ഹെയർ വാഷ് ചെയ്തു തന്നു. നല്ല സുഖമായിരുന്നു. സ്കൂള് വിട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്, അതുകൊണ്ട് ഞാൻ ഓൾറെഡി ടയേർഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഹെയർ വാഷ് നല്ലോണം എൻജോയ് ചെയ്തു. ഹെയർ കട്ട് ഞാൻ പേരല്ല പറഞ്ഞത്, ഞാൻ പിൻറ്ററസ്റ്റ് എന്നൊരു ഇൻസ്പോ പടം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആൻറ്റി എനിക്ക് ഹെയർ വാഷൊക്കെ ചെയ്ത് തന്നു, നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തു. എന്നിട്ട് അങ്കിളാണ് എനിക്ക് ഹെയർ കട്ട് ചെയ്ത് തന്നത്. ഞാൻ ഇൻസ്പോ പടം ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ന്യൂ ലുക്കാണ് എൻ്റെ ലക്ഷ്യം. ന്യൂ ലുക്ക് എനിക്ക് ചേരുവോ ഇല്ലേ എന്നൊക്കെ എനിക്ക് സംശയമായിരുന്നെങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് വെട്ടാൻ തീരുമാനിച്ച് ആ പടം കാണിച്ചു കൊടുത്തു. വെട്ടിക്കഴിഞ്ഞു. അപ്പോഴേക്കും ആൻറ്റി വന്ന് എനിക്ക് ഹെയർ ഡ്രൈ ചെയ്ത് തരുന്നുണ്ട്. എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു, വേഗം കഴിഞ്ഞു. നല്ല ക്യുക്കായിരുന്നു. ഹെയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ലുക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ എൻ്റെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന്. ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. ഇനി ഒന്നും ചെയ്യാനില്ല. അങ്കിള് വന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഡ്രൈ ചെയ്ത് വേവിയാക്കി വിടുന്നുണ്ട് മുടി. ഇതായിരുന്നു ഗൈസ് ഫൈനൽ ലുക്ക്. അങ്കിൾ വന്ന് കൈ വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് തന്നു. എന്നിട്ട് അങ്കിൾ അങ്ങ് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. ഇങ്ങനെയാണ് എൻ്റെ ന്യൂ ലുക്ക്. അങ്ങനെ നമ്മൾ ഹെയർ കട്ട് ചെയ്ത് ഒരു ജ്യൂസൊക്കെ മേടിച്ച് അവിടെ നിന്ന് വീട്ടിലോട്ട് പോവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരാരും മറക്കണ്ട, ഗ്ലാറ്റാണ്, കവടിയാറാണ് സംഭവം ഉള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ കട. എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസും ഇഷ്ടപ്പെട്ടു. വേഗം തന്നെ എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ഭയങ്കര ഒരു ക്യുക്ക് ഹെയർ കട്ട് സെഷനായിരുന്നു. എന്നിട്ട് നമ്മൾ കാറിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. സമയം 9:15 ഗൈസ്. ഞാൻ വീടെത്തി. AC-ലൊക്കെ ഇരുന്ന് ഇച്ചിരി മുടിയൊക്കെ കുളമായി. ഇങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ന്യൂ ലുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഷോർട്ട് ആക്കുന്നത്. ഞാൻ ഷോർട്ട് ഇത്രയും ആക്കിയിട്ടില്ല. ഞാൻ LKG എന്തോ പഠിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഇത്രയും ഷോർട്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ മെയിനായിട്ട് മുടി വെട്ടാൻ കാരണം സ്കൂളിൽ പിന്നിക്കൊണ്ട് പോകാൻ വയ്യാത്തതുകൊണ്ടായിരുന്നു ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഹെയർ കട്ട്. ഞാനായിരുന്നു ചൂസ് ചെയ്തത്. ആ ഇൻസ്പോയിൽ ആ ചേച്ചിയെ പോലെ തന്നെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ബോ മാത്രം വെച്ചുകൊണ്ട് പോയാൽ മതി. എൻ്റെ ഹെയർ കട്ട് എങ്ങനെയുണ്ട്, ന്യൂ ലുക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതോ പഴയ ലുക്കാണോ, ലോങ് ഹെയർ ആണോ കൊള്ളാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ